CBSE 10th നല്ല മാർക്ക് സ്കോർ ചെയ്ത മക്കളോട് അവരുടെ സക്സസിലേക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ഒരു ബെസ്റ്റ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും പഠിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർക്ക് നല്ല ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത് എന്നാണ് ഭൂരിഭാഗം മക്കളും പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, എങ്ങനെ ഒരു ബെസ്റ്റ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും? നോർമലി ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ യാതൊരു പാടുമില്ല മക്കളെ. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ക്രിയേഷൻ ഈസ് ആൻ ആർട്ട്. ഒരു ആർട്ടാണ്. ആ ആർട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. ജനറലി ടൈം ടേബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. നോർമലി ഒരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം 6 മണിക്ക് എഴുന്നേൽക്കും, വീക്കും 7 AM to 1 PM നിങ്ങൾ സ്കൂളിലായിരിക്കും. ചിലപ്പോൾ 1 എന്നുള്ളത് 2 ആവാം, 2 എന്നുള്ളത് 3 ആവാം. അതിനുശേഷം തിരിച്ചു വന്ന് റെസ്റ്റ് എടുക്കുന്നു, ട്യൂഷനിലേക്ക് പോകുന്നു. അതും ടൈം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചു തരുന്നത്. ഡിന്നറിനുള്ള ടൈം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോംവർക്കിനും പഠിക്കാനുള്ള സമയം കണ്ടെത്തും, അവസാനം പോയിട്ട് തൂങ്ങും, കിടന്നുറങ്ങും. ഇതാണ് ഒരു ജനറലി ഒരു കുട്ടി ഉണ്ടാക്കുന്ന ടൈം ടേബിൾ, അല്ലെങ്കിൽ പല ചാനലുകളിലും പറയുന്ന ഒരു ടൈം ടേബിൾ. പക്ഷേ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 95% അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? താഴെ നിന്ന് കമന്റ് ചെയ്യണേ. സാറിന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ വെച്ച് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 വീക്ക് ചിലപ്പോൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പനി വരാം, ജലദോഷം വരാം, കൂട്ടുകാരന്റെ ചേച്ചിയുടെ കല്യാണം വരാം, എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ ഈ ടൈം ടേബിൾ ബ്രേക്ക് ആവും. പിന്നെ തിരിച്ച് ഈ റൂട്ടീനിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ നോർമലി നമ്മുടെ ലൈഫ് ട്യൂഷന് പോവുക, പഠിക്കുക, ഈ ടൈം ഒന്നും നമ്മൾ മറന്നു പോകും. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതിനെന്താ സൊല്യൂഷൻ? എങ്ങനെയാണ് നല്ല ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സാറ് പറ എന്ന് കുറെ പേരുടെ മനസ്സിലുണ്ടാവും അല്ലെ? അതിനെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ CBSE 10th ചാനല് ഈ വർഷം മുതൽ അടിപൊളിയായിട്ട്, കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു, ഈ വർഷം അതിനേക്കാൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്രാവശ്യം മക്കളുടെ ആവശ്യം എന്താണെന്ന് സാറിനോട് പറയണം. എങ്ങനെയാ പറയാ? താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഇപ്പൊ ഏതൊക്കെ സബ്ജക്റ്റിന്റെ ബേസിക്സ് ആണ് വേണ്ടത്, അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റിന്റെ കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം സാറിന്റെ വാക്കാണ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതെല്ലാം സക്സസ്ഫുൾ ആക്കി തന്നിരിക്കും. നിങ്ങൾ അക്കാദമിക് ഇയർ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം പറയട്ട, അല്ലാണ്ട് ഓഡി ബെൻസ് കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ. ഓക്കെ, കണ്ടന്റിലേക്ക് തിരിച്ചു വരാം. എങ്ങനെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ ബെസ്റ്റ് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും? നമ്മൾ എത്ര നേരം പഠിച്ചു എന്നുള്ളത് മാറ്റർ ആവുന്നില്ല, നമ്മൾ എങ്ങനെ പഠിച്ചു, എന്ത് പഠിച്ചു, അത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ടാർഗറ്റ് ഡെയിലി. നിങ്ങൾ ഡെയിലി ഒരു ടാർഗറ്റ് ഉണ്ടാക്കുക. അപ്പോൾ 1-2 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നെക്സ്റ്റ് ഡേ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഡെയിലി നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാക്കുക. ഇപ്പോ SST സോഷ്യൽ സ്റ്റഡീസിന്റെ കേസിലാണെങ്കിൽ എനിക്ക് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പോ മാത്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് പഠിക്കണം, ഇന്നത്തെ ദിവസം പഠിക്കണം, റിയൽ നമ്പേഴ്സ് പഠിക്കണം. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ടാർഗറ്റ് തലേ ദിവസം, നാളെ ഞാൻ ഇന്ന ദിവസം കൃത്യമായിട്ട് സോഷ്യൽ സ്റ്റഡീസിൽ SSTയിൽ ഒരു ചാപ്റ്റർ പഠിക്കും, അതുപോലെ മാത്സിൽ ഒരു ചാപ്റ്റർ പഠിക്കും. ടാർഗറ്റ് മുൻകൂട്ടി സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. എത്ര ടൈം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും നമ്മൾ പഠിക്കാൻ നിൽക്കുന്ന സമയം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ അതിൽ നിന്ന് തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് സെൽഫായിട്ടൊരു മോട്ടിവേഷൻ വരണം, സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആകാൻ ശ്രമിക്കുക. അപ്പൊ ഈസി ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ. കോഹ്ലി ഫാൻസ് ഉണ്ട് അവിടെ. സാറ് യുവരാജ് ഫാൻ ആയിരുന്നു. 6 ബോളിൽ 6 സിക്സ് അടിച്ചിട്ടുള്ള യുവരാജ് പ്ലെയർ ഉണ്ട്, അറിയോന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കോഹ്ലിയുടെ കുറെ ഫാൻസ് ഉണ്ടെങ്കിൽ, കോഹ്ലി ഒരു കളിയിൽ സെഞ്ചുറി അടിക്കണമെന്ന് ആഗ്രഹിക്കാത്ത കോഹ്ലി ഫാൻസ് ഉണ്ടാവില്ല. അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കിക്ക് ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മെസ്സി ഒരു കളിയിൽ ഹാട്രിക് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കിക്ക് എന്താ നിങ്ങൾക്ക്? ആ കിക്ക് ആയിരിക്കും ആത്മാർത്ഥമായിട്ട് സാറിന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ട് അത് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന കിക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ ലൈഫിൽ ഉടനീളം കൂടെ തന്നെ ഉണ്ടാവും മക്കളെ. അപ്പൊ അതിന് വേണ്ടി ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോ കാലത്ത് മോർണിംഗ് പേഴ്സൺസ് ഉണ്ടാവാം, കാലത്ത് എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ടാവാം. സാർ അങ്ങനെയല്ല, സാർ രാത്രിയാണ് കൂടുതൽ സമയം കണ്ടെത്തിയിട്ട് പഠിച്ചു വരുന്നത്. രാത്രി പഠിക്കുന്നവർക്ക് പഠിക്കാം, യാതൊരു പ്രശ്നമില്ല, പഠിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഫോക്കസ് ഔട്ട് ആവുകൊണ്ടിരിക്കുക, പ്രൊഡക്റ്റീവായിട്ട് ഓരോ സമയവും ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ സമയം ടൈം ഈസ് മണി എന്ന് പറയാം. ഓരോ സമയം അത്രയും വിലപ്പെട്ടതാണ്. കൃത്യമായിട്ട്, പ്രത്യേകിച്ച് CBSE 10ലെ മക്കൾക്ക് വെറുതെ പ്രഷറൈസ് ചെയ്ത് പറയില്ല, കൂളായിട്ട് ചില്ലായിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല മാർക്കിലേക്ക് എത്തിക്കാം. അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും എക്സാമിനർ ഫാമിലി തരും, സാർ തരും. ഓക്കെ, സെറ്റ്. അപ്പൊ ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ
പോയിന്റ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 ഇമ്പോർട്ടന്റ് ഹാബിറ്റ്സ് ശീലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ കൺസിസ്റ്റൻസി. ഇതൊരു വീഡിയോ ആയിട്ട് സാറ് പറഞ്ഞിരുന്നു. കൺസിസ്റ്റൻസി. ഇപ്പൊ കോഹ്ലിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 കളി ഫിഫ്റ്റി അടിച്ച് 3ാമത്തെ 4ാമത്തെ കളി ഗോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ട്രോൾസ് ഒക്കെ വരും അല്ലെ. അതുപോലെ അത് ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കുക. അപ്പോൾ ക്രിക്കറ്റിന്റെ കേസിൽ നമുക്ക് എല്ലാ കളിയിലും ഒരാൾ സെഞ്ചുറി അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അവർക്ക് ഫോം ഔട്ട് ഒക്കെ വരാം, സ്വാഭാവികമാണ്. പക്ഷെ പഠിക്കുന്ന കേസിൽ കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കുക മക്കളെ. ഓരോ ദിവസവും നിങ്ങളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കീപ്പ് ഓൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ എക്സാം കഴിയുന്നവരെ അതിനിടയിൽ കുറച്ച് ദിവസം ഓണം വെക്കേഷനും കുറച്ച് വെക്കേഷനും കിട്ടും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സമയം കിട്ടാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുള്ള യാതൊരു പേടിയും മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആവാൻ ശ്രമിക്കുക. ഒരാഴ്ച നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാതിരിക്കുക. അപ്പൊ കൺസിസ്റ്റൻസി വളരെ കീ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, വളരെ കീ പോയിന്റ് ആണ്. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുക. കാരണം പലരും പ്രൊജക്റ്റിനും അസൈൻമെന്റ്സിനും ഹോംവർക്കിനും ഒക്കെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് ആ സമയം കുറയ്ക്കാനല്ല സാറ് പറയുന്നത്, ആ ഒരു ശീലം അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ആ ഒരു പോയിന്റ് ഒന്ന് മാക്സിമം ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ട് പഠന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാത്ത മാറ്റം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. തേർഡ് വൺ, ഫോക്കസ് ഓൺ വീക്ക് പോയിന്റ്സ്. പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്. ഇപ്പൊ സാറാണെങ്കിലും മാത്സ് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. 7ാം ക്ലാസ് വരുന്ന അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. 8ലും 9ലും 10ലും ഒക്കെ എത്തിയപ്പോഴാണ് ടീച്ചേഴ്സ് കാരണം സാറിനോട് ആ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടമായി മാറിയത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മാത്സ് പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ വീക്ക് പോയിന്റ്സ് എനിക്ക് അന്ന് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഇത്ര മാത്രം ചെയ്യാം. ഒരു എക്സാം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ അല്ലെ. ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിനെ എങ്ങനെ ഇഷ്ടപ്പെടുത്താമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അതിന്റെ ഒരു വീഡിയോ സാറ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റിനെ എങ്ങനെ ഇഷ്ടപ്പെടുത്താം. സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പേടിക്കേണ്ട ആവശ്യമില്ല. സെറ്റാക്കി തരാടാ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ് ഇഷ്ടമല്ല, മാത്സിന് മാർക്ക് കുറയാണെങ്കിൽ ആ സബ്ജക്റ്റ് കൂടുതൽ സമയം എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഈസി ആയിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ താഴെ പോകുന്നത് നമുക്ക് അതിൽ കയറി വരാൻ പറ്റും. അതിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ. അപ്പൊ ഈ 3 കാര്യങ്ങളും 3 ഇമ്പോർട്ടന്റ് ഹാബിറ്റ്സ് എന്നുള്ള പോലെ ലൈഫിന്റെ പാർട്ടാവാനായിട്ട് ശ്രമിക്കുക. പാർട്ടാക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഇതാണ് ബെസ്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അപ്പൊ ഒരു ടൈം ടേബിൾ ആയിട്ട് ചാർട്ട് ചെയ്ത് സാർ തരുന്നില്ല. നിങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാലിബർ ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എല്ലാവരും. സോ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് സെൽഫായിട്ടൊന്ന് വാല്യുവേറ്റ് ചെയ്യുക. സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതുപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് വേണ്ടത് താഴെ കമന്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ ഓൾ. താങ്ക് യു.